നമസ്കാരം കൂട്ടുകാരെ, എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയയിലേക്ക് സ്വാഗതം. ഇന്നു നമുക്ക് രാമായണ കഥകളുടെ അടുത്ത ഭാഗം കേട്ടാലോ? അഥവാ കൂട്ടുകാർ ഇതിനു മുന്നേയുള്ള ഭാഗം കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തേത്. രാമനും ലക്ഷ്മണനും വലിയൊരു വാനരപ്പടയുമായി കടലിന്റെ തീരത്ത് എത്തിയതറിഞ്ഞ് രാവണൻ യുദ്ധത്തിനുള്ള പുറപ്പാടുകൾ ചെയ്യുന്നതിനെപ്പറ്റി കൊട്ടാരത്തിൽ സംസാരിക്കുകയായിരുന്നു. രാവണന്റെ അനുജൻ വിഭീഷണൻ അവിടെ വിഷമിച്ചിരുന്നു. വിഭീഷണൻ നല്ലൊരു രാക്ഷസനായിരുന്നു. അദ്ദേഹം എപ്പോഴും ധർമ്മം, നീതി ഇവ അനുസരിച്ചാണ് ജീവിച്ചിരുന്നത്. വിഭീഷണൻ എഴുന്നേറ്റ് നിന്ന് തൻ്റെ ജ്യേഷ്ഠനായ രാവണനോട് പറഞ്ഞു, ജ്യേഷ്ഠ, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. സീതാദേവിയെ തട്ടിക്കൊണ്ടുവന്നത് വലിയൊരു അപരാധമാണ്. രാമൻ സാധാരണക്കാരനല്ല, ധർമ്മം സംരക്ഷിക്കാൻ വന്ന ദൈവമാണ്. ഉടനെ തന്നെ സീതാദേവിയെ രാമന് തിരികെ നൽകണം. രാമനോട് മാപ്പും ചോദിക്കണം. അല്ലെങ്കിൽ ഈ ലങ്കാനഗരം മുഴുവൻ അദ്ദേഹം നശിപ്പിക്കും. രാവണന് വിഭീഷണന്റെ വാക്കുകൾ കേട്ട് ദേഷ്യം വന്നു. നീ എൻ്റെ അനുജനായിട്ടും ശത്രുവിനെ പിന്തുണയ്ക്കുകയാണോ? നിനക്ക് എന്നെ പേടിയില്ലേ? രാവണൻ അഹങ്കാരത്തോടെ ചോദിച്ചു. വിഭീഷണൻ പറഞ്ഞു, എൻ്റെ ധർമ്മമാണ് ഞാൻ പറയുന്നത്. തെറ്റ് ചെയ്യുമ്പോൾ സഹോദരനാണെങ്കിലും എതിർക്കണം. സത്യത്തിനു വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. രാവണൻ അത്യധികം കോപാകുലനായി. നിനക്ക് എൻ്റെ രാജ്യത്തിൽ സ്ഥാനമില്ല. നീ രാജ്യദ്രോഹിയാണ്. ഉടൻ തന്നെ ഇവിടെ നിന്നും പോവുക എന്നു പറഞ്ഞ് രാവണൻ വിഭീഷണനെ അവിടെ നിന്നും ഇറക്കിവിട്ടു. ദുഃഖിതനായ വിഭീഷണൻ തൻ്റെ രാജ്യമായ ലങ്ക വിടാൻ തീരുമാനിച്ചു. നല്ലവരായ 4 കൂട്ടുകാരുമായി വിഭീഷണൻ ആകാശത്തിലൂടെ പറന്നു. അദ്ദേഹം നേരെ പോയത് രാമന്റെ അടുത്തേക്കാണ്. വിഭീഷണൻ വരുന്നത് കണ്ടപ്പോൾ സുഗ്രീവൻ ഉൾപ്പെടെയുള്ള വാനരന്മാർക്ക് സംശയമായി. രാവണന്റെ അനുജനാണ്, അവൻ ചതിക്കാൻ വന്നതാകും, അവനെ സ്വീകരിക്കരുത്, വാനരന്മാർ പറഞ്ഞു. പക്ഷേ രാമൻ ശാന്തനായിരുന്നു. രാമൻ പറഞ്ഞു, ശരണാർത്ഥിയായി വരുന്നവരെ നമ്മൾ ഒരിക്കലും തള്ളിക്കളയരുത്. വിഭീഷണൻ ധർമ്മമനുസരിച്ച് ജീവിക്കുന്നവനാണ്. രാമൻ വിഭീഷണനെ സ്നേഹത്തോടെ സ്വീകരിച്ചു. വിഭീഷണൻ എൻ്റെ സുഹൃത്താണ്, രാമൻ പറഞ്ഞു. വിഭീഷണൻ രാമനോട് ലങ്കയിലെ എല്ലാ രഹസ്യങ്ങളെക്കുറിച്ചും രാവണന്റെ സൈന്യത്തിൻ്റെ ശക്തിയെക്കുറിച്ചും പറഞ്ഞുകൊടുത്തു. വിഭീഷണൻ രാമന്റെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്തും ഉപദേഷ്ടാവുമായി മാറി. കൂട്ടുകാരെ, ഈ കഥ പഠിപ്പിക്കുന്നത് തെറ്റായ കാര്യങ്ങളിൽ ആരുമായി കൂട്ടുചേരരുതെന്നും ധർമ്മത്തിൻ്റെ വഴിയിൽ നിൽക്കുന്നവരെ നമ്മൾ എപ്പോഴും വിശ്വസിക്കണമെന്നുമല്ലേ? കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതിൻ്റെ തുടർച്ച നമുക്ക് മറ്റൊരു ഭാഗത്തിൽ കേൾക്കാം. അതുവരേക്കും ഗുഡ് ബൈ.